ഇന്ന് നമ്മൾ നൈനുക്കുട്ടിയുടെ ബർത്ത്ഡേ കേക്കിൻ്റെ ഐസിങ് ആട്ടോ ചെയ്യണത്. കേക്ക് ടേൺ ടേബിൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏതൊക്കെയോ പാത്രം വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, കേക്ക് ഐസിങ് ചെയ്തിരിക്കുന്നത്. ഈ കേക്കിന് കുറച്ച് പണി കൂടുതലാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് പ്രളയം നമ്മൾ ഉണ്ടാക്കണം, പിന്നെ കാരമൽ സോസ് ഉണ്ടാക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വരുന്ന ഫില്ലിങ് കേട്ടോ. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഒരു ഡോളിനെ വെച്ചിട്ട് അതിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈനുക്കുട്ടിക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ചെയ്തു കേട്ടോ. വലിയ ഫിനിഷിംഗ് ഒന്നും വന്നിട്ടില്ല ആ ടേൺ ടേബിൾ ഇല്ലാത്തത് കൊണ്ട്. എന്നാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഡോളിന് എൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ഒരു പൊട്ടങ്ങോട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് റെഡി. പിന്നെ ഈ കേക്ക് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുമ്പോൾ ശരിയാവണില്ല എന്ന് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ കേക്കൊക്കെ